ഹായ് ഫ്രണ്ട്സ്, പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടുമ്പോൾ നാം നല്ല ഒരു സ്റ്റോക്ക് തേടിയിട്ട് ടിപ്സ് തേടിയിട്ട് ആളുകളോട് സ്റ്റോക്കുകളെ പറ്റി ചോദിക്കാറുണ്ട്. ഇങ്ങനെ പലപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ അത് നമ്മൾ വാങ്ങുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ആ സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്യുന്ന ആൾ കൃത്യമായൊരു ടാർഗറ്റ് വെച്ചായിരിക്കും അത് സജസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ സ്റ്റോക്കിനെതിരെ വല്ല ന്യൂസും വന്നാൽ ആ സജസ്റ്റ് ചെയ്ത ആൾ ആ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ആയിട്ടുണ്ടാവും. നമ്മളത് അറിയണമെന്നില്ല. കൂടാതെ അവർ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ ഹെഡ്ജ് ചെയ്യുന്ന മറ്റു പല മാർഗ്ഗങ്ങളും അവർ സ്വീകരിക്കുന്നുണ്ടാവും. അപ്പോൾ റിസ്ക് മാനേജ് ചെയ്യാൻ അത്തരത്തിൽ ടിപ്സ് സജസ്റ്റ് ചെയ്യുന്നവർ പല മാർഗ്ഗങ്ങളും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവർ ചെയ്യുന്ന അത്തരം അപ്ഡേറ്റുകൾ നമുക്കൊരിക്കലും സമയാസമയം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിലും അതല്ല ട്രേഡാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിലും അത് സ്വയം തീരുമാനിക്കേണ്ടതുണ്ട്. ഉപദേശവും സജഷൻസും കേൾക്കാം, പക്ഷേ ഫൈനൽ തീരുമാനം അതാത് ഇൻവെസ്റ്റർ തീരുമാനിക്കണം. ഒരു സ്റ്റോക്ക് സ്വയം സെലക്ട് ചെയ്ത് ആ സ്റ്റോക്കിൻ്റെ എൻട്രി എക്സിറ്റ് പ്ലാനുകൾ സ്വയം ചെയ്യാൻ ക്യാപ്പബിൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കില്ല് നേടിയെടുക്കാൻ നമ്മൾ നിരന്തരം പഠനം നടത്തുകയും അതിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയും വേണം. അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ നമുക്ക് സമയമായി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് നോളജ് നമ്മൾ നേടിയെടുത്ത് എന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സ്വന്തമായിട്ട് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അത്തരം സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേമിൽ വിജയം കൈവരിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട രീതി മ്യൂച്വൽ ഫണ്ടുകളോ അല്ലെങ്കിൽ ETF ഇൻവെസ്റ്റ്മെൻറ്റുകളോ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ നല്ല ഡിസ്കൗണ്ടിൽ ലഭ്യമായിട്ടുള്ള ചില ETF കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ETF അഥവാ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ബേസിക്കലി ഒരു ഇൻഡെക്സ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ് ഇത്. എങ്കിലും ഒരു സ്റ്റോക്ക് പോലെ നമുക്കിത് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ കഴിയും എന്ന ഒരു സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ETF വാങ്ങാനും ട്രേഡ് ചെയ്യാനും കഴിയുകയുള്ളൂ. ആംഫി അഥവാ AMFI എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ETF മൊത്തം മ്യൂച്വൽ ഫണ്ട് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൻ്റെ 13% എന്ന ലെവലിലേക്ക് ETF വളർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ETF-ൻ്റെ ആ ഒരു അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 2017 43,234 കോടിയായിരുന്നെങ്കിൽ ഇന്നത് 5,63,176 കോടിയായിട്ട് ഏറ്റവും ഒടുവിൽ മാർച്ച് 2024 കണക്കുകൾ അത്രമാത്രം ഒരു വർധനമാണ് കാണാൻ കഴിയുക. കൂടാതെ ETF പോർട്ട്ഫോളിയോകളുടെ എണ്ണത്തിലും അതിൻ്റെ ട്രേഡിംഗ് വോളിയത്തിലും അഭൂതപൂർവമായിട്ട് വർധനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏകദേശം 600% ഒരു ഇൻക്രീസാണ് ട്രേഡിംഗ് വോളിയത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ETF ഇൻവെസ്റ്റിംഗ് കൂടുതൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ETF പ്രധാനമായിട്ടും എക്സ്ചേഞ്ച് കണ്ടെത്തുന്ന ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്കുകളുടെ ഒരു ബാസ്ക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ തീരെ റിസ്ക് കുറവാണ്. കാരണം ഇത് അബ്നോർമലായിട്ടുള്ള ഒരു ഗ്രോത്തോ അല്ലെങ്കിൽ തികച്ചും അബ്നോർമലായിട്ടുള്ള ഒരു ക്രാഷോ നമുക്ക് ETF-കളിൽ കാണാൻ കഴിയില്ല. കാരണം അവിടെ വലിയ തോതിലുള്ള ഡൗൺവേർഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ അത്തരം പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണിത്. കാരണം ഇത് എക്സ്ചേഞ്ച് റീബാലൻസ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ ബാസ്ക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യുമ്പോൾ ആ ബാസ്ക്കറ്റിൽ നിന്ന് ആ സ്റ്റോക്ക് ഓട്ടോമാറ്റിക്കലി ഔട്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു ഡൗൺവേർഡ് പ്രൊട്ടക്ഷൻ എപ്പോഴും നമുക്ക് ഈ ഒരു ETF ബാസ്ക്കറ്റിൽ ഉണ്ടാവും. ഇത് കൂടാതെ നമുക്ക് റിയൽ മാർക്കറ്റിൽ ഇതിനെ ട്രേഡ് ചെയ്യാനുള്ള അവസരവുമുണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ ETF സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് അതിൻ്റെ റിയൽ NAV-യുമായിട്ട് ഈ ETF-ൻ്റെ കറണ്ട് പ്രൈസിനെ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കേണ്ടതാണ്. ഉദാഹരണത്തിന് നിഫ്റ്റി ബീസിലെ 50 സ്റ്റോക്കുകളുടെ കറണ്ട് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു NAV അവരുടെ സൈറ്റുകളിൽ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവും. ആ NAV-യും നിലവിലുള്ള നിഫ്റ്റി ബീസിൻ്റെ ട്രേഡ് പ്രൈസും തമ്മിൽ വലിയ അന്തരമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അത്തരത്തിൽ അന്തരങ്ങൾ ചില സമയങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അത് നേരിയൊരു വ്യത്യാസമാണെങ്കിൽ അത് വലിയൊരു പ്രശ്നമല്ല. എന്നാൽ അത് വലിയൊരു അന്തരമാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു സപ്ലൈ ഡിമാൻഡ് ഗ്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ചില സമയത്ത് റിയൽ NAV-യും ഈ ETF-ൻ്റെ പ്രൈസും തമ്മിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ അടുത്ത 2-3 ട്രേഡിംഗ് സെഷനിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് നോർമൽ ആകാറുമുണ്ട്. ഇത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത്.
അപ്പോൾ 3 മാസത്തെ ഒരു ആവറേജ് ട്രേഡിംഗ് വോളിയം നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. ട്രേഡിംഗ് വോളിയം നല്ല തോതിൽ ഇല്ലെങ്കിൽ ITF-ൽ ലിക്വിഡിറ്റി ഇഷ്യൂസ് ഉണ്ടാകാം. നമ്മൾ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയിൽ വാങ്ങാൻ ആളുകൾ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ പ്രൈസ് ഫ്ലക്ച്വേഷൻ വളരെ കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലിക്വിഡിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിലവിൽ ഡിസ്കൗണ്ടിൽ ലഭ്യമായിട്ടുള്ള 6 ETF നോക്കുകയാണെങ്കിൽ ഒന്ന് നിപ്പോൺ ഇന്ത്യയുടെ നിഫ്റ്റി 50 ബീസ് തന്നെയാണ്. നമുക്കറിയാം നിഫ്റ്റി 50-ൽ വലിയ ക്രാഷാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിഫ്റ്റി ബീസിൻ്റെ പ്രൈസ് ഏകദേശം 3.5% താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ 266 എന്നുള്ള പ്രൈസിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ നിഫ്റ്റി 50 ബീസ് എന്ന് പറയുന്നത് അതിൻ്റെ 3 months ആവറേജ് വോളിയം ഏകദേശം 52 ലക്ഷത്തിന് മുകളിലുള്ള നല്ല ലിക്വിഡിറ്റി ഉള്ള ഒരു ETF ആണ് നിഫ്റ്റി 50 ബീസ്. രണ്ടാമത് നമ്മൾ കാണുന്നത് നിപ്പോൺ ഇന്ത്യയുടെ തന്നെ IT സെക്ടറിലുള്ള സ്റ്റോക്കുകളുടെ ആ ഒരു ഇൻഡെക്സിൻ്റെ ETF ആണ്. അപ്പോൾ അതിന് IT ബീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 47 എന്നുള്ള ലെവലിലാണ് കാണാൻ കഴിയുക. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 4.16% ഡൗൺ ആയിട്ടുള്ള ഒരു ETF ആണിത്. ഇതിൻ്റെ ഒരു 3 months ആവറേജ് വോളിയം നോക്കുകയാണെങ്കിൽ 48 ലക്ഷത്തിന് മുകളിൽ വോളിയം നമുക്കിതിൽ കാണാൻ കഴിയും. മൂന്നാമത്തെ ഒരു ETF നിപ്പോൺ ഇന്ത്യ ETF നിഫ്റ്റി നെക്സ്റ്റ് 50 ആണ്. ഇതിനെ ജൂനിയർ ബീസും എന്ന് അറിയപ്പെടും. ഇതിൻ്റെ പ്രൈസ് 739 എന്ന ലെവലിലാണ് കാണാൻ കഴിയുക. അപ്പോൾ കഴിഞ്ഞ 5 ദിവസമായിട്ട് ഏകദേശം 5% ഒരു കറക്ഷൻ ഈ ഒരു ETF-ൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 മാസത്തെ ആവറേജ് വോളിയം നോക്കുകയാണെങ്കിൽ 2,89,000 മുകളിൽ വോളിയമാണ് നമുക്ക് കാണാൻ കഴിയുക. മോശമല്ലാത്ത വോളിയം നമുക്കിവിടെ കാണാൻ കഴിയും. മറ്റൊന്ന് നിപ്പോൺ ഇന്ത്യയുടെ തന്നെ ബാങ്ക് ബീസാണ്. ബാങ്ക് ബീസ് ബാങ്കിങ് സ്റ്റോക്കുകളുടെ ഒരു ബാസ്ക്കറ്റാണ്. 522 ഇതിൻ്റെ കറണ്ട് പ്രൈസ്. കഴിഞ്ഞ 5 ദിവസത്തെ ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 4.79% കറക്റ്റ് ചെയ്ത ഒരു ETF ആണ് ബാങ്ക് ബീസ്. ഇതിൻ്റെ ഒരു 3 months ആവറേജ് വോളിയം നോക്കുകയാണെങ്കിൽ ഏകദേശം 9 ലക്ഷത്തിന് മുകളിൽ അതിൻ്റെ വോളിയം ഉണ്ട് എന്ന് കാണാൻ കഴിയും. മോശമല്ലാത്തൊരു ആവറേജ് വോളിയമാണ്. മറ്റൊന്ന് നിപ്പോൺ ഇന്ത്യയുടെ തന്നെ PSU ബാങ്കുകളുടെ PSU ബാങ്ക് ബീസ് എന്ന് പറയുന്ന ETF ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് 73 രൂപയാണ്. ഇത് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 6% മുകളിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസം ആവറേജ് വോളിയം നോക്കുകയാണെങ്കിൽ ഏകദേശം 30 ലക്ഷത്തിന് മുകളിൽ വോളിയം നമുക്ക് ഈ ഒരു ETF-ൽ കാണാൻ കഴിയും. ഇനി ആറാമത്തെ ഫൈനലായിട്ടുള്ളത് CPSE ETF ആണ്. സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് കമ്പനികളുടെ, അതായത് PSU കമ്പനികളുടെ എല്ലാ സെക്ടറിലുമുള്ള സ്റ്റോക്കുകളുടെ ഒരു ETF ആണ്. ഇത് CPSE ETF ആണ്. ഇതിൻ്റെ കോഡ് 86 രൂപയാണ് ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ഏകദേശം 5% കറക്റ്റ് ചെയ്തിട്ടാണ് ഇത് നമുക്ക് കഴിഞ്ഞ 5 ദിവസമായിട്ട് കാണാൻ കഴിയുക. അപ്പോൾ 3 മാസത്തെ ഒരു ആവറേജ് വോളിയം നോക്കുകയാണെങ്കിൽ ഏകദേശം 29 ലക്ഷത്തിന് മുകളിൽ ഇതിൻ്റെ വോളിയം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് 6 ETF നമുക്ക് നല്ല ഡിസ്കൗണ്ടിൽ ഇപ്പോൾ ലഭ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ETF-കളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.